കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ്റെ രശ്മിയാൽ എൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണിക്കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. സ്തുതിയായിരിക്കട്ടെ. വിശേഷ നിറഞ്ഞവരെ, അപ്പത്തിന്റെ നാട്ടിലേക്ക് അപ്പവായവനെ തേടിയുള്ള നമ്മുടെ യാത്രയുടെ 14-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഹാർദവമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ലോകത്തിലെ പൈശാചിക തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് യുക്തനായിരിക്കുന്ന വിശുദ്ധ മിഖായൽമാലകളുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ തിരുസഭയുടെ പരിപാലകനും സംരക്ഷകനുമായി വിളങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുപറ്റി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഉണ്ണീശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് പിറക്കുന്നതിന് വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനേരം സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും നോട്ടൊക്കെ ഒഴിവാക്കി നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതി, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. ഈശോ നന്ദി, ഈശോ. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെയും നമ്മുടെ കൂട്ടായ്മയെയും നമ്മളായിരിക്കുന്ന ഈ മിനിസ്ട്രിയെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഈ കടന്നു വരാൻ പോകുന്ന ക്രിസ്തുമസിനെയും എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സഭയെ ഒക്കെ കരങ്ങളിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ടാനുഭവിക്കുവാൻ സ്വർഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയ ഔസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസ് പൗലോസ് പുരുഷന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് 14-ാം ദിവസമായ ഇന്ന് കുടുംബം പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രം എന്ന വിഷയവുമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ജസീന്ത ആന്റിയാണ്. ആന്റിയുടെ സ്വദേശം തിരുവനന്തപുരത്താണ്. നെയ്യാറ്റിൻകര രൂപതാംഗമാണ്. ആന്റി ഇപ്പോൾ ആയിരിക്കുന്നത് USA-ലാണ്. USA-യിൽ നിന്നാണ് ആന്റി നമ്മളോട് സംസാരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ലീജൻ ഓഫ് മേരിയിലൂടെയൊക്കെ വളർന്നു വന്ന് യേശുവിന്റെ സുവിശേഷവുമായിട്ട് ഇന്ന് അനേകരോട് ഊണിലും ഉറക്കത്തിലും ആ ഒരു ചിന്ത മാത്രമായിട്ട് ദൈവത്തെ എല്ലാവരും അറിയണം, അനുഭവിക്കണം, സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്റെ ശാരീരിക അസ്വസ്ഥതകൾക്ക് അപ്പുറം അതിനു വേണ്ടിയിട്ട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് നിർവഹിക്കുന്ന ആന്റിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുന്നു. ആന്റി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആന്റി. എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാമല്ലോ? കേൾക്കാം, വ്യക്തമാണ് ആന്റി. അപ്പൊ നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം. എല്ലാവരും റെഡി? പോകാം. ബെത്ലഹേമിൽ പോണം, ഉണ്ണിയെ കൂടെ കാണണം, കൂടെ കൊണ്ടും വരണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുടുംബം പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രം. പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രം. നമ്മളെ കുടുംബങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രങ്ങൾ അങ്ങനെ ആക്കിയെടുക്കാം എന്ന് നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് 2 തിരുവചന ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം തിരുവചനങ്ങൾ. രണ്ടാമത്തേത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 39. നമ്മള് ഈ ശക്തി കേന്ദ്രം ആക്കണം എന്ന് പറയുമ്പം ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഒറ്റയ്ക്ക് വളരെ അധികം ധാരാളം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2559-ാം ഖണ്ഡികയിൽ പറയുന്നത് മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. എളിമയോടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. എളിമയോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കൈകൂപ്പി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു, സാഷ്ടാംഗം പ്രണമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഒരു ചുങ്കക്കാരന്റെ പ്രാർത്ഥന നീതീകരിക്കപ്പെട്ടതായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്. ഒരു ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൂരെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പാപിയായ എന്നിൽ കനിയണമേ. സങ്കീർത്തനം 51:17 പറയുന്നു, ഉരുകുന്ന മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇനി അമ്മയുടെ സ്തോത്രഗീതം ലൂക്ക 1:47 പറയുന്നത്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം, എന്റെ മനസ്സ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തോടെ, പശ്ചാത്താപത്തോടെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു
ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിലേക്ക് എന്ന് പറയുമ്പം ദൈവം എവിടെ ഇരിക്കുന്നു? മാമോദിസ സ്വീകരിച്ച നമ്മളെല്ലാവരുടെയും മനസ്സില്, എല്ലാവരുടെയും ഉള്ളില് ത്രിത്വൈക ദൈവം വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഓരോ ദിവസവും ദിവ്യ കാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മോടൊപ്പം വിശദീകരിച്ച് നമ്മളിൽ വസിക്കുന്നു. ഈ ദൈവത്തോടാണ്, ഈ ദൈവത്തിങ്കിലേക്കാണ്, ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിങ്കിലേക്കാണ് നമ്മളെ മനസ്സിനെ ഉയർത്തുന്നത്. ഇനി ഇപ്പൊ നമ്മള് കുറെ പ്രാർത്ഥനകൾ ഇല്ല, മഴവെള്ളം പോണതുപോലെ പറ പറഞ്ഞങ്ങ് വിടുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെയല്ല, നമ്മുടെ മനസ്സാണ് പ്രാർത്ഥന, മനസ്സുയർത്തുന്നതാണ് പ്രാർത്ഥനയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് ഈ ഇങ്ങനെ നമ്മളെ വീട്ടില് ഒരാൾ പ്രാർത്ഥിക്കുമായിരിക്കും, ചിലപ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കുമായിരിക്കും. അത് പോരാ, ശക്തി കേന്ദ്രമാക്കാൻ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരാനൊന്നും പറ്റില്ല, അവരാരും വരില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇതുവരെയും നമ്മുടെ അനുഭവം അങ്ങനെയാണ്. നമ്മളെ ഷൂബിന്റെ ക്ലാസ്സുകൾ തിരിച്ചു വരികയാണ്. നമ്മൾ ഈ തിരിച്ചു വരുന്ന നമുക്ക് ബെത്ലഹേമിൽ നിന്ന് ഉണ്ണിയേയും കൂടി കൊണ്ടുവരണയാണ്. ഈ നമുക്ക് വേണ്ടിയിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2736 പറയുകയാണ്, അവിടുന്ന് നമ്മുടെ യാചന പ്രതീക്ഷിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ മക്കളുടെ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിലാണ്. അതായത് പിതാവ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 18-ാം അധ്യായം 11 തിരുവചനത്തില് നഷ്ടപ്പെട്ടു പോയ ആടുകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ തീരുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ തീരുള്ളൂ. എന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചന പിതാവ് കേൾക്കുന്നു, പുത്രൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:19-20 പറയുന്നത്, പിതാവ് ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങളെ 2 പേര് എന്ത് ചോദിച്ചിരുന്നാലും പിതാവ് തരും. ഇനി 2-ൽ കൂടുതൽ പേരിരിക്കുന്നു, അവരുടെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ ഈശോ നമ്മോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കാത്തവരെ പ്രാർത്ഥിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ സ്വന്തമായിട്ടും ദൈവത്തോട് ഒറ്റയ്ക്കായാലും 2 പേരും കൂടെ ആയിരുന്നാലും മറ്റെല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അത് ആ ഒരു ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഏറ്റെടുക്കുക. ഇതെൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് ശക്തിപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കേന്ദ്രമാകും. 2-3 ചെറിയ സജഷൻസ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ അനുഭവത്തും കൂടെ പെട്ടിട്ട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തത്, നമ്മളെ വീട്ടിൽ രാവിലെ എല്ലാവരും ഉറക്കമണിക്കുമ്പോൾ ഒരു കുരിശ് വരച്ച്, വലിയ കുരിശ് വരച്ച് കാവൽ മാലാഖയോടൊന്ന് പ്രാർത്ഥിച്ച്. കാവൽ മാലാഖയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഈശോ നമ്മുടെ മാലാഖമാര് ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 18-ൽ പറയുന്നുണ്ട്. 18-ൽ ഇത്തരത്തിലുള്ള ഒത്തിരിയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ സുവിശേഷം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാലാഖമാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പൊ രാവിലെ എണീറ്റ് നമ്മളെ മാലാഖ എടുത്ത് പ്രാർത്ഥന, കുട്ടികൾ കാറ്റഗിസം പഠിച്ചിട്ടുള്ളവരെല്ലാം ആ പ്രാർത്ഥന പറയുക. അല്ലാത്തവർക്ക് എൻ്റെ കാവൽ മാലാഖയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സംരക്ഷിക്കണമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ ദൈവത്തിന് സമർപ്പിച്ചു പോകാൻ 1 മിനിറ്റ് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും പറ്റൂലേ? ചാടി എണീറ്റ് പോണതിന് പകരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? എത്ര വയസ്സായവരായിരുന്നാലും, ഞാൻ ഈ പറയുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കാത്ത ആളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇനി വൈകുന്നേരം ഇതേപോലെ കിടക്കാൻ പോകുമ്പോൾ ഇന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചോ ഒരു മനസ്താപ പ്രകടനം, എൻ്റെ ദൈവം എനിക്ക് തെറ്റിപ്പോയി, എനിക്കൊന്ന് കറക്റ്റ് ചെയ്യണം, ഒന്ന് കുരിശ് വരച്ച് കിടന്ന് സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇനി രാവിലെ നമ്മളെല്ലാവരും ഒരു പർട്ടിക്കുലർ സമയം, പ്രത്യേകിച്ച് ഒരു സമയത്ത് നമ്മൾ ഉറക്കണിക്കും. ആ സമയം നോക്കിയിട്ട് ഒരാള് ഒരു സങ്കീർത്തനം അങ്ങ് ഉറക്കെ പാടണം.
സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കാനുള്ളതാണ്. അതിനെ കൂടുതലായിട്ട് സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മളെ ജോഷിമായിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ ഒരു ക്ലാസ് തന്നെ നമുക്ക് എടുത്തു തരും. എന്തുകൊണ്ട് നമ്മളെ കുടുംബങ്ങളിൽ സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു സങ്കീർത്തനം രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത്, എല്ലാവരും എണീക്കുന്ന ഒരു സമയത്ത് ഒരാളൊന്ന് ഉറക്കെ പാടും. പാട്ട് കേട്ട് എണീക്കാത്തവർ എണീക്കും. അവരുടെ അടുത്തൊക്കെ പറഞ്ഞു വെക്കണം, നമുക്ക് ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരുന്ന് എല്ലാവരും അവിടെ വരണം, എല്ലാവരും അവിടെ വന്നു. ഒരു 6 മണിയാണെന്ന് വെച്ചോളൂ, എല്ലാവരും അവിടെ വന്നു. നമ്മൾ ആ സങ്കീർത്തനം പാടിയ തീർത്തു. ഒരു സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞു, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഒരു നന്മറിഞ്ഞവരെയും പറഞ്ഞു, എൻ്റെ അമ്മേ മാതാവേ, സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുക്കുടുംബത്തിന് നമ്മളെ കുടുംബം സമർപ്പിക്കാം. നമ്മളെ ഈ ഹോളി ഹോമിന് തന്നെ ഒരു പ്രാർത്ഥനയുണ്ട്, നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ ഞങ്ങളിൽ നന്മ ചെയ്യാൻ കൃപയേകണം. ശരിക്കും ആ ഒരു കുഞ്ഞു പ്രാർത്ഥന പറയാൻ എത്ര സമയമാണ്? 5 മിനിറ്റ്. ഒരു സ്തുതി പറഞ്ഞ് നമ്മളെല്ലാവരും പിരിയാണ്. 5 മിനിറ്റ് രാവിലെ നമ്മളെ കുടുംബ പ്രാർത്ഥന. നമുക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. അമ്മ അടുക്കളയിലായിരിക്കും, ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലായിരിക്കും. പക്ഷേ 5 മിനിറ്റ് ഇത് നമ്മുടെ വീടിന്റെ നിയമമായിട്ട് നമ്മൾ എഴുതി വെക്കുന്നു. അങ്ങനെ നമ്മൾ പാലിക്കും. നമ്മൾ റോഡിലെ നിയമങ്ങൾ പാലിക്കുന്നില്ലേ? അതേപോലെ പിന്നെ സഭയുടെ നിയമങ്ങൾ പാലിക്കുന്നില്ലേ? രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ലേ? ഇതേപോലെ ഇത് നമ്മളെ കുടുംബത്തിന്റെ നിയമം. നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കുടുംബം ശക്തിപ്പെടാനുള്ള നിയമം ഇത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദിവ്യബലിയിൽ പങ്കെടുക്കുകയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പൊ ദിവ്യബലിയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുക എന്നത് നമ്മളെ കുടുംബത്തിന്റെ ഒരു നിയമമായിട്ട് വയ്ക്കും. ആ ജോലിക്ക് എവിടെയോ പോക്കോട്ടെ, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് കുർബാനിക്കണം. ഒരുമിച്ച് പോകാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഏറ്റവും വലുത് അതാണ്. നമ്മൾ കുർബാനയ്ക്ക് പങ്കെടുത്ത് ദിവ്യകാരുണ്യം എല്ലാ ദിവസവും സ്വീകരിക്കണം എന്നത് നമ്മളെ വീടിന്റെ ഒരു ചിട്ടയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇനി വല്ല ഇടയ്ക്കൊക്കെ അച്ഛന് പൈസ കൊടുത്ത് നമ്മളെ കുടുംബത്തിന് വേണ്ടി ദിവ്യബലി ചൊല്ലിപ്പിക്കണം. കൂതാശകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ, കുമ്പസാരിക്കുന്നതിലെല്ലാം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആ രീതിയിൽ നമുക്ക് കൂതാശ ജീവിതം ശക്തിപ്പെടുത്താം. ഇനി ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കഴിയുന്നത് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാൻ നോക്കണം. പറ്റില്ല, ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ആഹാരം കിട്ടിയ ഉടനെ അങ്ങ് കഴിക്കുന്ന സമയം ചിലപ്പം നമ്മളൊരു കുരിശ് വരയ്ക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, അത് പോരാ. ഈ നമ്മൾ 2 ദോശയും ഇച്ചിരി സാമ്പാറും ഒരു ചായയുമാണ് കുടിക്കുന്നത് നമ്മളെ മുന്നേ ഇരിക്കുന്നത്. ഈ അരി, ഉഴുന്ന് ഇത് കൃഷി ചെയ്ത കർഷകരെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ഈ സാധനം ഉണ്ടാക്കിയത്. ഫാക്ടറിയിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്ത് കവറിലാക്കി നമ്മളെടുത്ത് കിട്ടുമ്പോൾ എത്രയോ ആളുകളുടെ കൈയാണ്. കീടങ്ങളിൽ നിന്ന് നമ്മൾ ഈ പച്ചക്കറി എല്ലാം സംരക്ഷിച്ച് നമുക്ക് തരുന്ന കർഷകരെ, കൊഴുന്തുന്നുള്ളുന്ന തേയില, ആ അമ്മമാരെ വന്ന് വെളുപ്പിനേ പോയിട്ട് തേയില കൊളുന്തെടുക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ ജീവിതം ഇതെല്ലാം നമ്മളൊന്ന് ഓർത്ത് ഒരു 2 മിനിറ്റ് എടുത്ത് ഇവരെല്ലാവരെയും ഓർത്ത് ഇവർക്കെല്ലാം നന്ദി പറഞ്ഞ്, ദൈവത്തിന്റെ മുന്നിൽ നന്ദി പറഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കണം. കാരണം നമുക്കുള്ള മാതൃക എന്ന് പറഞ്ഞാൽ തിരുക്കുടുംബമാണ്. ഈശോ, മറിയം, ഔസേപ്പ്, അവരും 3 പേരും എങ്ങനെയൊക്കെ ആയിരുന്നു. 30 വയസ്സ് വരെ കുടുംബത്തിന് വിധേയപ്പെട്ട് ഈശോ ജീവിച്ചു. അപ്പൊ നമ്മൾ ഓരോരുത്തരും, നമ്മളെ മക്കള്, നമ്മളെ വീടിനുള്ളില് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ ചെയ്താൽ എത്രയോ സന്തോഷമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി ഉപവസിക്കണം. നമ്മൾ ആഹാരം കഴിച്ചു, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപവസിക്കും. അത് ഒരു ഫുൾ ഡേ എടുക്കാൻ പറ്റില്ല, ഒരു നേരമെങ്കിലും നമ്മളെല്ലാവരും ഉപവസിക്കുകയാണ്. ത്യാഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട്. ആ ഉപവാസം തിന്മയെ അകറ്റാൻ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയായാലും അല്ലാതെ ഇവറ്റകൾ ഒഴിഞ്ഞു പോവില്ല. നമുക്ക് ചുറ്റും അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കക്ഷിയുണ്ട്. അങ്ങനെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ കുടുംബങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉപവസിക്കണം. അത് ഒരു നേരമെങ്കിലും ഉപവസിച്ച് ത്യാഗത്തോടെ നമ്മൾ അനുഷ്ഠിച്ചേ മതിയാവും. അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. ഇനി നമ്മൾ പുറത്തു പോകുമ്പോൾ വീട്ടിൽ എല്ലാവരും പരസ്പരം കുരിശ് വരച്ച് അനാൻവെള്ളം തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ പുറത്തു പോകാൻ പാടുള്ളൂ. തിരിച്ചു വരുമ്പം ദൈവത്തിന്റെ അടുത്ത്, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഈശോയുടെ തിരികെ ഇരിക്കും. നന്ദി, നമ്മളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി. ആ നന്ദി പറഞ്ഞ് തിരിച്ചു വരാനുള്ള
നന്ദി പറഞ്ഞ് നമ്മൾ മറ്റ് ജോലികളിൽ പോകാനുള്ള ഒരു മനസ്സ്. ഇനി ഏറ്റവും പ്രധാനം, ഇനി നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ബൈബിള് വേണം. അത് എല്ലാവരും അവരവരുടെ ബൈബിൾ ഉപയോഗിച്ച് ബൈബിള് വായിക്കണം. കുട്ടികൾ പഠിക്കുന്നതിന് മുമ്പ് ബൈബിള് വായിക്കണം. കുറച്ച് ബൈബിള് വായിച്ചിട്ടേ പഠിത്തം തുടങ്ങാൻ പാടുള്ളൂ. കാരണം വചനം നമ്മുടെ ബുദ്ധിയെ വിശദീകരിക്കും. അപ്പം എല്ലാവർക്കും ബൈബിള് വേണം. ഇനി പ്രധാനമായിട്ടുള്ളത് സന്ധ്യാപ്രാർത്ഥന. നമ്മളെല്ലാ വീടുകളിലും സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അത് ഇനി നമ്മൾ കുറച്ചും കൂടെ ഇന്ന് ഈ ബെത്ലഹേമിൽ പങ്കെടുക്കുന്ന ഒരാൾ വിചാരിച്ചാല് ഈ കുടുംബ പ്രാർത്ഥനയെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്താൻ പറ്റും. നമ്മൾ വിചാരിക്കും നമ്മളെ എല്ലാവർക്കും വന്നെത്താൻ പറ്റില്ല. ഒരാൾ 9 മണിക്കേ എത്തുള്ളൂ. അപ്പൊ 50 മണി വരെ കാത്തിരിക്കുമ്പോഴത്തേനും 3 പേര് ഉറങ്ങും. നമുക്ക് പറ്റിയ ഒരു സമയം കണ്ടുപിടിച്ച് നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം ഇരുന്ന് പാടി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു ജപമാല അങ്ങ് പറഞ്ഞു വിടുന്നതല്ല. ജപമാല രഹസ്യങ്ങളെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ശീലം നമ്മൾ അന്ന് ദിവ്യബലിയിൽ കേൾക്കുന്ന വചനങ്ങളെ നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴേ വചനം പങ്കുവയ്ക്കാനുള്ള ഒരു ശക്തി, ഈ കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കിട്ടും. അങ്ങനെ ഈ മുട്ടൂർത്തി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അത് നമ്മൾ എളിമയോടെ തന്നെ അങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ പരിശീലനം അവിടെ നടക്കുന്നുണ്ട്. പാടി വചനം വായിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, ലോകം മുഴുവനും വേണ്ടിയിട്ട്, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശീലനം പങ്കുവയ്ക്കാൻ, ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു പരിശീലനം നമ്മളെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ കുടുംബങ്ങളിൽ എല്ലാവർക്കും കിട്ടും. ഇനി യാമപ്രാർത്ഥന നമ്മൾ സാധാരണ ചെല്ലാത്തതാണ്. പക്ഷെ യാമപ്രാർത്ഥന ചെല്ലാനായിട്ട് നമ്മൾ പരിശീലിക്കണം. ആ പുസ്തകം, ചെറിയ ചെറിയ പുസ്തകം ഉണ്ട്, വലിയ പുസ്തകമുണ്ട്. ഇപ്പോഴാണെങ്കിൽ സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനകൾ മൊബൈൽ ആപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ വീട്ടിൽ ഇരിക്കുമ്പോഴെങ്കിലും നമ്മൾ യാമപ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള, അതിൽ സങ്കീർത്തനങ്ങളൊക്കെ ഒത്തിരിയും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യും. സാമ്പത്തിക സഹായം ചെയ്യുമ്പോഴേ അത് നമ്മൾ പള്ളിയിൽ കൊടുക്കും, നമ്മൾ ഭിക്ഷ കൊടുക്കും. ഇങ്ങനെ നമ്മൾ സഹായം ചെയ്യുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവരടുത്ത്, മറ്റ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്കും കൂടി അതിൻ്റെ ഒരു പരിശീലനം കൊടുത്ത് അപ്പം അവരും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു മനസ്സവർക്ക് വരും. ഇനി ഒരു കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ പ്രാർത്ഥന സമയത്ത് പറ്റുമ്പോഴൊക്കെ ഒന്നും ഫുൾ അധ്യായം വായിക്കണം. അത് ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓരോ വചനം കേൾക്കുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. നമ്മൾ കൂടുതൽ വിശുദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഇനി പഠിക്കണം. നമ്മളെല്ലാവരും സഭയെക്കുറിച്ചും മറ്റ് ബൈബിളും എല്ലാം നമ്മൾ ദൈവിക കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കണം. അതിന് ഇഷ്ടംപോലെ വഴികളുണ്ട്. കാറ്റഗിസത്തിന് എല്ലാം കുട്ടികളെ അയക്കണം. അല്ലാതെ മുതിർന്നവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് തന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2558 മുതൽ 2864 വരെ 306 പാരഗ്രാഫിൽ ഖണ്ഡികകളിലായിട്ട് എന്താണ് പ്രാർത്ഥന, സ്വർഗസ്ഥനായ പ്രാർത്ഥന, പഴയ നിയമത്തിലെ പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റും. നമുക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹത്തിൽ ഇടപെടാൻ പറ്റും. ദൈവസ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ച് ഒരാൾ ദിവ്യബലിക്ക് പോയുമല്ല, നമ്മളെ കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടി നമ്മളെ കുടുംബങ്ങളെ പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രങ്ങളാകാൻ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവരെ കാരണം നമ്മുടെ മാലാഖമാരോട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. മാലാഖമാരോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, മാലാഖമാര് ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാലാഖമാരോട് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അങ്ങനെ മാലാഖമാര് നമ്മളോടൊപ്പം വസിക്കുന്ന നമ്മളെ മാലാഖമാര്, നമ്മളെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മുടെ ദൈവം എല്ലാം നമുക്ക് നമ്മുടെ മനസ്സ്
നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് ദൈവം ക്രമപ്പെടുത്തി തന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകാനായിട്ട്, പ്രാർത്ഥനയുടെ ശക്തി പ്രാപിക്കാനായിട്ട്, നമ്മളെ കുടുംബങ്ങളെ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ ഷൂബ് ക്ലാസ്സിലൂടെ, തിരിച്ചു വരവിലൂടെ നമ്മൾ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഉണ്ണി നമ്മുടെ ഹൃദയത്തിലും നമ്മളെ വീടിലും ജനിച്ച് നമ്മളെ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥനയുടെ ശക്തി കേന്ദ്രങ്ങളാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ജസിന്ത ആന്റി. ഇന്ന് നമ്മളോടൊപ്പം വചനം പങ്കുവച്ച് നമ്മെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രഘോഷിച്ച് സഹായിച്ചത് ജസിന്ത ആന്റിയാണ്. അമേരിക്കയിൽ നിന്നാണ് ചേച്ചി നമ്മളോടൊപ്പം ഉള്ളത്. പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥനയുടെ ജീവിതമായി നമ്മുടെ കുടുംബം തീരുവാൻ സഹായിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഭാഗ്യപ്പെട്ട മാറിയ പിതാവേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അങ്ങേ പരിസ പാരിസായ ശേഷം അങ്ങേ മധ്യസ്ഥയെ ഞങ്ങളിപ്പോൾ മനോശമനത്തോടെ യാചിക്കുന്നു. ദേവജന്യ അമലോത്ഭകന്യയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തന്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന് മേൽ കൃപയോടെ നോക്കണമെന്നും ഞങ്ങളുടെ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിന്റെ എത്രയും വിവേകമുള്ള കാവൽക്കാര ഈശോ മിശിഹായുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവെ, അബദ്ധത്തിന്റെയും ഭക്ഷണത്തിന്റെയും കറകളൊക്കെ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അവിടത്തെ രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കുവാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാവം പ്രാപിക്കുവാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയുടെ കേന്ദ്രമായ തിരുക്കുടുംബത്തോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാകാം. തിരുക്കുടുംബം പ്രാർത്ഥനയുടെ ഇടമായിരുന്നു. പ്രാർത്ഥനയുടെ വലിയ മാതൃകയായിരുന്നു പരിശുദ്ധ അമ്മ. പ്രാർത്ഥന തന്നെയായിരുന്നു ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. നമ്മുടെ കുടുംബവും അപ്രകാരം പ്രാർത്ഥനയുടെ വലിയ പ്രകാശ ഗോപുരങ്ങളാകാൻ, പ്രാർത്ഥനയോടെ ദൈവഹിതം നിറവേറ്റുന്നതായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയോട് ചേർന്ന് പുൽക്കൂട്ടിൽ നമുക്കായി ജനിച്ച ഉണ്ണീശോയെ മാതാവിനോടും ഔസേപ്പ് പിതാവിനോടും മാലാഹമാരോടും ആട്ടിടയരോടും ജ്ഞാനികളോടും ഒക്കെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ജനിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത ഉണ്ണീശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ജന്മമെടുത്ത ഉണ്ണീശോയെ ആരാധിക്കുന്നു. നീതിമാനായ യോസേപ്പിനെ പിതാവായി സ്വീകരിച്ച ഉണ്ണീശോയെ ആരാധിക്കുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ സ്നാപക യോഹന്നാനെ ആത്മാവിൽ നിറച്ച ഉണ്ണീശോയെ ആരാധിക്കുന്നു. ബെത്ലഹേമിൽ ജനിച്ച ഉണ്ണീശോയെ ആരാധിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് പ്രകാശമായി തീർന്ന ഉണ്ണീശോയെ ആരാധിക്കുന്നു. സന്തോഷത്തിന്റെ സദ്വാർത്തയായ ഉണ്ണീശോയെ ആരാധിക്കുന്നു. കച്ച കൊണ്ട് പൊതിയപ്പെട്ട ഉണ്ണീശോയെ പുൽത്തൊട്ടിയിൽ കിടന്ന ഉണ്ണീശോയെ ആട്ടിടയരാൽ സ്തുതിക്കപ്പെട്ട ഉണ്ണീശോയെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ ഉണ്ണീശോയെ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിച്ച ഉണ്ണീശോയെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ജനിച്ച ഉണ്ണീശോയെ സൃഷ്ടപ്രപഞ്ചം മുഴുവന്റെയും ആരാധനയ്ക്ക് പാത്രമായ ഉണ്ണീശോയെ
പൂജ രാജാക്കന്മാരുടെ സമ്മാനങ്ങൾ സ്വീകരിച്ച ഉണ്ണീശോയെ ആരാധിക്കുന്നു. രക്ഷകനും കർത്താവും ക്രിസ്തുവുമായ ഉണ്ണീശോയെ നിയമപ്രകാരം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ഉണ്ണീശോയെ ആരാധിക്കുന്നു. രക്ഷകൻ എന്ന നാമം സ്വീകരിച്ച ഉണ്ണീശോയെ ആരാധിക്കുന്നു. സിമയോന്റെ കരങ്ങളിൽ സംവഹിക്കപ്പെട്ട ഉണ്ണീശോയെ ആരാധിക്കുന്നു. അന്ന പ്രവാചകയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഉണ്ണീശോയെ ജ്ഞാനത്തിൽ പ്രായത്തിൽ വളർന്ന ഉണ്ണീശോയെ ആരാധിക്കുന്നു. ദൈവ മനുഷ്യ പ്രീതിയിൽ വളർന്ന ഉണ്ണീശോയെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായ ഉണ്ണീശോയെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച ഉണ്ണീശോയെ നമുക്ക് ഒരുമിച്ച് ഉണ്ണീശോയെ ആരാധിക്കുന്ന ഈ സമയം കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ നമ്മുടെ ദോഷം വരെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് മുതൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ എല്ലായ്പ്പോഴും പ്രാർത്ഥനയുടെ വലിയ അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് മാലാഹമാരോടും വിശുദ്ധരോടും സ്വർഗീയ ഗണങ്ങളോടും ഒക്കെ ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് ഞങ്ങൾ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മുമ്പേ കടന്നുപോയ എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ സഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരു കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാതാവിനോടൊപ്പം സ്വസ്ത്രഗീതം ആലപിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ നാഥനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. എളിയൊരു ദാസിയെ നിഖിലേശൻ കനിവോട് തൃക്കൺ പാർത്തല്ലോ. രക്ഷകനലിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി. ഭക്തജനത്തിനു സകലേശൻ ദിവ്യമനുഗ്രഹമരുളുന്നു. ഗർവിതനപജയമേൽക്കുന്നു, ബലമോടു വിജയം നേടുന്നു. എളിയ ജനത്തെ വളർത്തുന്നു, ബലമുള്ളവരെ താഴ്ത്തുന്നു. ധനികർക്കൊന്നും നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു. അബ്രാഹമോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ. തുണ ഇസ്രായേലിനു ചെയ്തല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ
കുടുംബം പരസ്പര പ്രോത്സാഹനത്തിന്റെ ഇടമാണ് എന്ന ചിന്തയുമായിട്ടാണ് ഒരുമിച്ച് വരുന്നത്. പ്രാർത്ഥനയോടെ ഇവിടെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഈ ദിവസങ്ങൾ കൂടുതൽ നന്നായി ഒരുങ്ങാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു വരാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.